സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ ബഡായിയെ പറ്റിയിട്ടുള്ളതാണ്. ആര്യ ബഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡായി ബംഗ്ലാവിലെ പ്രകമ്പനം കൊള്ളിച്ച ഒരു കോമഡി താരം എന്ന് ഞാൻ പറയില്ല. ആര്യൻ്റെ കോമഡി കേട്ടിട്ട് ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല, പിന്നെ വെറുതെ അങ്ങനെ ചിരിച്ചു എന്നൊന്നും പറയാൻ കഴിയുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യ അതിനുശേഷം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ശരിക്ക് ജനങ്ങളങ്ങടങ്ങ് വെറുത്ത് ആര്യനാണ്. ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ഉണ്ടായി. ആര്യ എന്തെങ്കിലും ഒരു വീഡിയോ പങ്കുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റിൻ്റെ പൊടിപൂരമാണ്. അങ്ങനെ വളരെ മോശമായിട്ട് ആര്യയുടെ വിലയും നിലയും എല്ലാം പോയി. ബിഗ് ബോസ് കൊണ്ട് ആര്യക്കുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതാണ്. പേര് നല്ല രീതിയിൽ ചീത്തയായി. അതാണ് പല കാര്യങ്ങളും അവിടെ തുറന്നു പറഞ്ഞു. അതുമാത്രവുമല്ല, പിന്നെ അവിടെ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ, പാരവെപ്പുകൾ, ഇതൊക്കെ കൊണ്ട് ആര്യനെ ജനങ്ങളങ്ങ് വെറുത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആര്യയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരണം. ഇത് തിരിച്ചു വരണ്ടെങ്കിൽ ആരെങ്കിലും വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയിട്ട് നല്ല രീതിയിൽ കണ്ണീർ കഥകൾ അങ്ങനെ വിളമ്പണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്ലവേഴ്സിൻ്റെ 1 കോടി എന്ന് പറയുന്നൊരു ഷോ നടക്കുന്നത്. അപ്പോൾ ആ ഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുരിതങ്ങളും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ജനങ്ങൾക്ക് മനസ്സിലായി കണ്ണീര് വന്നു കഴിഞ്ഞാൽ, ഈ ഫ്ലവേഴ്സിൻ്റെ കുട്ടേട്ടനും അതുപോലെ ശ്രീകണ്ഠൻ നായരും കൂടിയിട്ട് നമുക്ക് ചെറിയൊരു തുക തരും. അതാണ് ഈ ഫ്ലവേഴ്സ് 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഈ എന്താ പറയുക ഇല്ലായ്മകളെ ചൂഷണം ചെയ്ത് ഇത് ഊറ്റിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ഭാഗം പരിപാടി. അതാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതിൽ നമ്മുടെ ആര്യ പോകുന്നു. ആര്യയുടെ കണ്ണീർ കഥകൾ അവിടെ വിളമ്പുകയാണ്. ആര്യയുടെ കണ്ണീർ കഥകൾ കേട്ടിട്ട് കേരളത്തിലെ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും സഹോദരന്മാരും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് പിന്നീട് അവിടുന്ന് പുറത്തു വന്നത്. അതായത് കരഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാം ഫ്ലവേഴ്സിൻ്റെ ആ ഒരു 1 കോടി എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ട് തിരിച്ചു വന്നത്. അത്രത്തോളം കണ്ണീരിൽ കുതിർന്ന കാര്യങ്ങൾ. അങ്ങനെ ആര്യ പറഞ്ഞ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. ആര്യയെയും കുറച്ച് ടീമിനെയും പിന്നെ നാട്ടിൽ നിന്നും ഗൾഫിൽ ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസർ കൊണ്ടുപോവുകയാണ്. ആ സ്പോൺസർ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് ആര്യ അവിടെ പറഞ്ഞത്. അദ്ദേഹം കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് ബാക്കിൽ കൈയിട്ടിട്ട് ഇവരുടെ പാൻ്റ് അയക്കാൻ നോക്കുന്നു, അതുപോലെ തോളിൽ കൈവെക്കാൻ നോക്കുന്നു. ഇവരെ ഒരു 2 ദിവസം താമസിപ്പിച്ച് ലേറ്റാക്കിയിട്ട് നാട്ടിലേക്ക് വിടുന്നു. ഇങ്ങനെയുള്ള ചില കുൽസിത പ്രവൃത്തികളെ ഈ സ്പോൺസറിൽ നിന്നും ഉണ്ടായി എന്നാണ് ആര്യ ബഡായി എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ ആര്യയോട്, ഈ ഗൾഫ് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇഷ്ടംപോലെ മലയാളികളും സംഘടനകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ആര്യനെ പോലെയുള്ള ഒരാൾ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇങ്ങനെ ഷോയിലൊക്കെ കണ്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ സ്പോൺസർ ആണെങ്കിൽ ഇദ്ദേഹം തിരുമണ്ടനാണോ? ഇദ്ദേഹം ഇത്രയും പൈസ മുടക്കിയിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു പരിപാടിക്കാണെങ്കിൽ ഇദ്ദേഹത്തിന് വേറെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടൂലേ? എല്ലാത്തിനും തയ്യാറായിട്ടുള്ള ഒരുപാട് സിനിമാ നടികളായി കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാരുണ്ട്, മനസ്സിലായി? അന്നേരം പിന്നെ ഇങ്ങനെ എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളവരോടൊക്കെ ആദ്യം തന്നെ ചോദിക്കും ആൾക്കാരൊക്കെ. അതായത് നിങ്ങളൊക്കെ പോകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ. നമുക്ക് തന്നെ അറിയാം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. എയർപോർട്ട് വഴി പല സാധനങ്ങളും കടത്തി, അത് കടത്തി, ഇത് കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനധികം പറയും, നമ്മളെ ബാലഭാസ്കറിൻ്റെ മരണം പോലും അദ്ദേഹം ഈ ഷോ നടത്തുന്നത് തന്നെ എന്തൊക്കെയോ ആരോപണങ്ങൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ഗൾഫ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആര്യയ്ക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആര്യ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് ആരോടെങ്കിലും പറഞ്ഞ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളികളോട് പറഞ്ഞ്, അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോട് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഈ ഒരു സ്പോൺസറുടെ നമ്പറോ അദ്ദേഹത്തിൻ്റെ പേരോ ഫോട്ടോയോ എന്തെങ്കിലും തൻ്റെ ചാനൽ വഴി ഇപ്പോഴെങ്കിലും പുറത്തു വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ നിമിഷമെങ്കിലും പുറത്തു വിടണം. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യ ഇങ്ങനെയൊരു കാര്യം അവിടുന്ന് പറഞ്ഞങ്ങ് പോയപ്പോൾ ഇവിടെ എല്ലാവരും ഗൾഫ് മലയാളികളാണ് ഒന്നടങ്കം തേച്ചൊട്ടിക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. അതായത് എല്ലാവരും റിയാക്ട് ചെയ്തു. ഗൾഫുകാർ എന്തോ ഇതും പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നിൽക്കലാണ്, ഇതിന് മുട്ടിയിട്ട് നിൽക്കലാണ് എന്നുള്ള തരത്തിൽ ഏതോ ഒരു ഞരമ്പ് രോഗി കാണിച്ച ഒരു പരിപാടിക്ക് മൊത്തത്തിലുള്ള ഈ പ്രവാസികളും ഇരയായി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴേ ആര്യ ഒരു പുതിയ ഒരു സംഭവം കൊണ്ട് വന്നിട്ടുണ്ട്.
ഇന്നലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് ആര്യക്ക് വന്ന ഒരു കോള് എന്ന തരത്തിൽ. ആ കോള് അതൊരു വീഡിയോ ആക്കിയിട്ട് ഇന്ന് ആര്യ ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ വഴിയിട്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 മാസമായി അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും വിടാറില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ശോകമായ അവസ്ഥയിലാണ്. റീച്ചൊന്നുമില്ല, ആകെ 5-6 ആൾക്കാരാണ് കാണുന്നത്. 70,000-ഓളം സബ്സ്ക്രൈബറുണ്ട്. 4 ലക്ഷം ആൾക്കാർക്കൊക്കെ കണ്ട വീഡിയോ ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ആര്യയോടുള്ള ദേഷ്യമാണോ എന്നറിയില്ല, ആരും ഇതൊന്നും കാണുന്നില്ല ഇപ്പോഴും. അങ്ങനെ ആര്യ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫോൺ ചെയ്ത വ്യക്തിയുടെ വോയിസ് റെക്കോർഡുകൾ പുറത്തു വിട്ടുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നത്, അതിലൊക്കെ ആര്യയുടെ കൂടെയുള്ളവരൊക്കെ വീഴുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഡീസൻറ്റ് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ആര്യ പറയുന്നത്. കാരണം ഞരമ്പന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസൻറ്റ് ഇൻഡീസൻറ്റ് എന്നൊന്നുമില്ല, നല്ല പഠിച്ച വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ വരെ ഞരമ്പന്മാരിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആര്യക്ക് വന്ന ഒരു കോള് നല്ല രീതിയിൽ സംസാരിച്ച് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ടോണങ്ങ് മാറി. ടോണ് മാറലെന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ നമുക്കൊരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ അതൊന്നും പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ യൂസ് ചെയ്തത്, വളരെ മോശമായിട്ട്. വേണമെങ്കിൽ ഇവർക്കത് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയേണ്ടത്, ഇത് ഒരുപാട് പേര് കേൾക്കുന്ന ഒരു സംഭവമാണ്. ഈ വീടുകളിലൊക്കെ ചിലപ്പോൾ എന്താ പറയേണ്ടത്, നമ്മൾ സഹോദരിമാരോടുകൂടി ചേർന്നിട്ട് ഇങ്ങനെ ആര്യൻ്റെ പ്രോഗ്രാമും ആര്യയുടെ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാകും. അവരെയൊക്കെ കരിവാരി തേക്കുന്ന തരത്തിൽ ആര്യ ഇത് യാതൊരു ഉളുപ്പുമില്ലാതെ പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പുറത്തുവിട്ടത് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യ പുറത്തുവിട്ടത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആര്യൻ്റെ കയ്യിൽ നിന്നാണ് ഇത് ലീക്കായിരിക്കുന്നത്. ആര്യയാണ് അവിടെ ഇത് തടയിടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാവരെയും നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടും ആര്യയുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് വ്യൂവേഴ്സ് കാണുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു നാണം കെട്ട പരിപാടി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല. അത്രത്തോളം മോശമായ പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ എന്ത് വേല ചെയ്തിട്ടും തൻ്റെ യൂട്യൂബ് ചാനൽ പൊക്കിക്കൊണ്ടുവരണം, അതുപോലെ തനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആര്യ എന്നേ പറയാൻ കഴിയുള്ളൂ. അവരതും എടുത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്, കേസിൻ്റെ പുറകിലൊക്കെ പോയിട്ടുണ്ട്. അതിന് ആളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത് പുറത്തുവിട്ട രീതി വളരെയധികം മ്ലേച്ഛമായിപ്പോയി. ആര്യയെ പോലെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ആര്യയെ സ്നേഹിക്കുന്നുണ്ട്. ആര്യൻ്റെ കഥ, ഈ കഥന നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു കോടിയിലെല്ലാം വന്നിട്ട് ഈ കഥകൾ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ആര്യയെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടങ്ങളൊക്കെ ശരിക്ക് എന്താ പറയേണ്ടത്, അനിഷ്ടമാക്കി എന്ന് തന്നെ വേണം പറയാൻ. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും? ചെറിയ കുട്ടികളൊക്കെ ആര്യൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, മമ്മി ആര്യൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, വെക്ക് മോളെ നമുക്ക് 2 ഒന്നിച്ച് കാണാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു വാർത്ത വരുന്നത്. അത് എനിക്ക് നിൻ്റെ ഇത് വേണം അത് വേണം എന്നൊക്കെയുള്ള വാർത്ത വരുന്നത്. ആലോചിച്ചോ? വളരെ മ്ലേച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.